കർണാടകയിലെ ധാർവാഡിൽ നിന്ന് ക്രൂര കൊലപാതക വാർത്ത. ഡോക്ടർ ദമ്പതികൾക്കിടയിലെ തർക്കം അവസാനിച്ചത് അരും കൊലപാതകത്തിലാണ്. ഡോക്ടറെ മയക്കി കിടത്തിയ ശേഷം ഭാര്യ കുത്തിക്കൊന്നു. ഭിന്നശേഷിക്കാരനായ മകനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രതി പ്രിയങ്കയുടെ മാനസിക നില സാധാരണ നിലയിലായാൽ മാത്രമേ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്തെന്ന് വ്യക്തമാക്കൂ. ധാർവാഡിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ കിരൺ ഹൊന്നാവരാണ് കൊല്ലപ്പെട്ടത്. നേത്രരോഗ വിദഗ്ധയായ ഭാര്യ പ്രിയങ്കയാണ് പ്രതി. ഫ്ളാറ്റിലെ മുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഴത്തിൽ കുത്തേറ്റിട്ടുണ്ട്. തൊട്ടടുത്ത മുറിയിൽ കുത്തേറ്റ നിലയിലായിരുന്നു ദമ്പതിമാരുടെ മകനെയും കണ്ടെത്തിയത്. കിരണിനെ ഫോണിൽ കിട്ടാതായതോടെ ബന്ധുക്കൾ ഫ്ളാറ്റിലെത്തി നടത്തിയ പരിശോധനയിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കുട്ടിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി. കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ನಿನ್ನೆ ರಾತ್ರಿ ಮತ್ತು ಇವತ್ತು ಬೆಳಗ್ಗೆ ಕಿರಣ್ ಅವರ ಸಂಬಂಧಿಕರು ಸ್ನೇಹಿತರು ಫೋನ್ ಮಾಡಿದಂಥ ಸಂದರ್ಭದಲ್ಲಿ ಅವ್ರು ರೆಸ್ಟ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಮತ್ತು ಹೊರಗಡೆ ಡ್ಯೂಟಿಗೆ ಹೋಗಿದ್ದಾರೆ ಅಂತೆಲ್ಲ ಈಕೆ ರಿಸೀವ್ ಮಾಡಿ ರೆಸ್ಪಾಂಡ್ ಮಾಡಿದ್ದಾಳೆ ಅನ್ನುವಂಥದ್ದು ಕಿರಣ್ ಅವ್ರ ಕುಟುಂಬ ಸದಸ್ಯರು ಹೇಳ್ತಾರೆ. പോലീസ് എത്തുമ്പോൾ ഭർത്താവിന്റെ മൃതദേഹത്തിന് സമീപം ഇരിക്കുകയായിരുന്നു പ്രിയങ്ക. ഇവരുടെ മാനസിക നിലയും തകർന്ന നിലയിലാണ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രിയങ്ക. കിരണും പ്രിയങ്കയും തമ്മിൽ വഴക്കിടുക പതിവായിരുന്നുവെന്നാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. അടുത്തിടെ കിരണിന്റെ മാതാപിതാക്കൾ കൂടെ താമസിക്കാൻ വന്നത് പ്രിയങ്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇവരെ പറഞ്ഞുവിടുകയും ചെയ്തു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. കുട്ടി ഭിന്നശേഷിക്കാരനായതിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മൊഴിയെടുത്തു വരികയാണ് പോലീസ്. പ്രിയങ്കയുടെ മാനസിക നില സാധാരണ നിലയിലെത്തിയാൽ മാത്രമേ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.